എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ജ്വല്ലറി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. റിയലി പ്രിട്ടി. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. I'm gonna show you ഇതെങ്ങനെയാണ് ഇട്ടിട്ട് ഉള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു റെഡ് കുർത്തേൻ്റെ കൂടെ ഈ ഒരു ഇയറിംഗ് നന്നായിട്ട് പോകും. അടുത്തത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ്ങുകളിൽ ഒന്നായിട്ടുള്ളതാണ് ഈ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഈ ഒരു ഇയറിങ്, which is really pretty. See this. So I'm gonna wear this. ഇത് ആക്ച്വലി ഞാനൊരു വെഡ്ഡിങ് ഫങ്ഷന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഞാനൊരു ബ്ലൂ കളർ സാരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സാരീൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഇയറിംഗ് ആണിത്. ഇതൊരു 80 സ്റ്റോൺസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ്. ഇറ്റ്സ് റിയലി പ്രിട്ടി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള AD സ്റ്റോൺ ഹാങ്ങിങ് വരുന്ന ഇയറിംഗ് ആണ്. ഇതൊരു ഞാൻ വെഡ്ഡിങ് ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺസിൻ്റെ ഒരു കമ്മലാണിത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് മുത്തുകൾ പോലെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ആൻഡ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ തന്നെയാണുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇയറിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണെന്നാണ് പറയാം. ഇയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സിൽവർ കളറിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇതൊരു ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ്. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ വെയർ ചെയ്തിരുന്നത് ഇതായിരുന്നു. അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത് ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു ജുംക്ക സെറ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. അടിഭാഗത്തായിട്ട് നമുക്ക് വൈറ്റ് കളറിലുള്ള പേൾസും ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സെറ്റ് ഓഫ് ഇയറിംഗ് ആണ്. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഞാനന്നൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ലെഹങ്കയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലെഹങ്കയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതും ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഞാനിത് യൂഷ്വലായിട്ട് പെയർ ചെയ്യുന്നത് ഒരു ഗ്രീൻ സ്റ്റോണുള്ള ഒരു ബ്ലാക്ക് മെറ്റലിൽ തന്നെ വരുന്നൊരു ജ്വല്ലറി സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു മാലേൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു കമ്മൽ യൂഷ്വലി പെയർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറിലുള്ള ഇയറിംഗ് ആണ്. അത് നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ വാങ്ങിച്ചത്.
അതാകുമ്പോൾ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ ഒരു ബ്ലാക്ക് കളർ ഇയറിംഗ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും പെയർ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഇയറിംഗ് ആണ്. ഈ ഒരു പീച്ച് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഞാനൊരു ഈ ഒരു പീച്ച് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഈ ഇയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പീച്ച് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഈ ഇയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഈ ഇയറിംഗ് ഉണ്ടായിരുന്നത്.